നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര ക്രിമിനൽ സംഘങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന തീവ്രവാദ സംഘങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, എന്തിനേറെ പറയുന്നു, അമേരിക്ക തേടുന്ന കൊടുങ്കുറ്റവാളിയെ കേരള പോലീസ് പിടികൂടിയിരിക്കുന്നു. ഈ അന്താരാഷ്ട്ര കുറ്റവാളിയെ അമേരിക്കയ്ക്ക് കേരള പോലീസ് കൈമാറാൻ പോവുകയാണ്. ആരാണ് കേരള പോലീസ് പിടികൂടിയ ഈ അന്താരാഷ്ട്ര കുറ്റവാളി എന്നുള്ളതാണ് ഇന്ന് മലയാളികളൊക്കെ തന്നെ തിരയുന്നത്. അതോടൊപ്പം കേരള പോലീസിൻ്റെ ഈ മികവും ഏറെ ചർച്ചയായി മാറുകയാണ്. മറ്റു പല രാജ്യങ്ങളും ഇത്രയും കാലം തിരഞ്ഞിട്ടും കണ്ടെത്താൻ കഴിയാത്ത ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര കുറ്റവാളിയെയാണ് കഴിഞ്ഞ ദിവസം വർക്കലയിൽ നിന്നും പോലീസ് പിടികൂടിയത്. ക്രിപ്റ്റോ കറൻസി അടക്കം പലവിധ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലെ മുഖ്യപ്രതി, അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ലിത്വാനിയൻ പൗരൻ അലക്സേജ് ബെസിയോക്കോവിനെയാണ്, 46-കാരനായ അലക്സേജിനെയാണ് CBIയുടെ ഇൻ്റർനാഷണൽ പോലീസ് കോർപ്പറേഷൻ്റെ യൂണിറ്റിൻ്റെ സഹായത്തോടെ കഴിഞ്ഞ ദിവസം വർക്കലയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. കുടുംബത്തോടൊപ്പം തന്നെ അവധിക്കാലം ആഘോഷിക്കാൻ കേരളത്തേക്കാൾ മികച്ച മറ്റൊരു സ്ഥലമില്ല, അതിൽ വർക്കലയല്ലാതെ മറ്റൊരു ക്ലിഫുമില്ല എന്നുള്ള ചിന്തയിലാണ് ഇയാൾ വർക്കലയിൽ ഒരു ഹോം സ്റ്റേയിൽ റൂം എടുത്ത് താമസിച്ചത്. ഇത് കൃത്യമായി മനസ്സിലാക്കിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചായ ഗ്യാരൻഡിക്സിൻ്റെ സഹസ്ഥാപകനാണ് ഇയാൾ. അന്താരാഷ്ട്ര ക്രിമിനൽ സംഘങ്ങൾക്ക് $96 ബില്യൺ കള്ളപ്പണം വെളുപ്പിക്കാൻ അവസരം ഒരുക്കി എന്നുള്ള കേസും ഇയാൾക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ക്രിമിനൽ സംഘങ്ങൾക്ക് പോരാതെ സൈബർ കുറ്റവാളികൾക്കും കള്ളപ്പണം വെളുപ്പിക്കാൻ സഹായം നൽകി എന്നുള്ളതാണ് മറ്റൊരു വിഷയം. ഇയാൾക്കൊപ്പം ഗ്യാരൻഡിക്സിൻ്റെ സഹസ്ഥാപകരിൽ ഒരാളായിട്ടുള്ള അലക്സാണ്ടർ മിറാസെർദ എന്ന റഷ്യൻ പൗരനെതിരെയും സമാന കുറ്റം ചുമത്തിയിട്ടുണ്ട് അമേരിക്കൻ ഏജൻസികൾ. ഇയാൾ നിലവിൽ UAEയിൽ ഒളിവിലാണെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രതിക്കെതിരെ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പിടികൂടാൻ ഇതുവരെയും സാധിച്ചിരുന്നില്ല. എന്നാൽ വർക്കലയിൽ ഒരു ഹോം സ്റ്റേയിൽ കുടുംബസമേതം അവധി ആഘോഷിക്കുകയായിരുന്നു ഇയാൾ. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഡൽഹി പട്യാല കോടതിയാണ് പ്രതിക്കെതിരെ താൽക്കാലിക അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. മാർച്ച് 7-ാം തീയതി ബെസിയോക്കോവിനും ഗ്യാരൻഡിക്സിൻ്റെ മറ്റൊരു സഹസ്ഥാപകനായിട്ടുള്ള റഷ്യൻ പൗരനും US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് കുറ്റപത്രം സമർപ്പിച്ചു. 2019 മുതൽ 2025 വരെയുള്ള കാലയളവിലാണ് അലക്സേജും മിറാസെർദയും ഗ്യാരൻഡിക്സ് എന്ന ക്രിപ്റ്റോ എക്സ്ചേഞ്ച് പ്രവർത്തിപ്പിച്ചത്. ക്രിമിനൽ പ്രവർത്തനങ്ങളിലൂടെ കിട്ടുന്ന കള്ളപ്പണം അത് വെളുപ്പിച്ച് ക്രിപ്റ്റോ ആക്കി മാറ്റുന്നതിലും ഇവർ സഹായം നൽകിയിരുന്നു. അത് നൽകിയിരുന്നതാകട്ടെ മയക്കുമരുന്ന് സംഘങ്ങൾക്കും സൈബർ കുറ്റവാളികൾക്കും തീവ്രവാദ സംഘടനകൾക്കും. അതുതന്നെയാണ് ഏറ്റവും ഗുരുതരമായി പറയുന്നത്. ഒരാഴ്ച മുൻപ് ഗ്യാരൻഡിക്സ് ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൻ്റെ $26 മില്യൺ വില വരുന്ന സ്വത്ത് അമേരിക്കൻ ഏജൻസികൾ തന്നെ മരവിപ്പിച്ചിരുന്നു. അതിന് പിറകെയാണ് മുഖ്യപ്രതികളിൽ ഒരാളായിട്ടുള്ള അലക്സേജിനെ കേരളത്തിൽ നിന്ന് തന്നെ പിടികൂടിയിരിക്കുന്നത്. ആഗോളതലത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കുന്നതിനെതിരെയുള്ള വലിയ പോരാട്ടം തന്നെയാണ് അലക്സേജിൻ്റെ അറസ്റ്റും കേരള പോലീസിൻ്റെ മികവും. ന്യൂഡൽഹി പട്യാല ഹൗസ് കോടതിയിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് നടത്തിയതെന്ന് വർക്കല DYSP B ഗോപകുമാറും വ്യക്തമാക്കി.